ഓപ്പോയുടെ ഓപ്പോ റെനോ 11 സീരീസ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഓപ്പോ റെനോ 11 സീരീസിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. ഓപ്പോ റെനോ 11 സീരീസിൽ 2 ഫോണുകൾ വരുന്നതായിരിക്കും. ഓപ്പോ റെനോ 11ഉം അതുപോലെ തന്നെ ഓപ്പോ റെനോ 11 പ്രോയും. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ റെനോ 11 സീരീസിനെ പറ്റിയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോ റെനോ 11 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേ വന്നേക്കാം. എന്നാൽ 11 പ്രോയിലോട്ട് വരുമ്പം 6.74 ഇഞ്ചിൻ്റെ 1.5K OLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ 2 ഫോണിലും കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരിക. അതുപോലെ തന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ 2 ഫോണുകളിലും വന്നേക്കാം. 2 ഫോണുകളിലും പഞ്ചോൾ ഡിസൈൻ ആയിരിക്കും വരിക. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. അതുപോലെ തന്നെ 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഓപ്പോ റെനോ 11ൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 950 നിറ്റ്സ് ആയിരിക്കും. എന്നാൽ 11 പ്രോയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 1600 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ 2160 ഹെർട്സിൻ്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ ഈ 2 ഫോണുകളിലും വരുന്നതായിരിക്കും. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണുകളിൽ വന്നേക്കാം. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഓപ്പോ റെനോ 11 മീഡിയാടെക് ഡിമെൻസിറ്റി 1080 എന്ന പ്രോസസ്സറായിരിക്കും വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതേ സെയിം പ്രോസസ്സറിൻ്റെ റീബ്രാൻഡ് ചെയ്തിട്ടുള്ള 7050 എന്ന പ്രോസസ്സറും വന്നേക്കാം. പിന്നെ ചൈനീസ് മാർക്കറ്റിൽ മീഡിയാടെക് ഡിമെൻസിറ്റി 8200 എന്ന പ്രോസസ്സറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാൻ ചാൻസ് ഇല്ല. ഇനി ഓപ്പോ റെനോ 11 പ്രോയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന പ്രോസസ്സർ വന്നേക്കാം. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറൊന്നുമല്ല, 2 ജനറേഷൻ മുമ്പുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. മികച്ച പെർഫോമൻസ് ഒക്കെ ഇതിൽ ലഭിക്കേണ്ടതാണ്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ 2 ഫോണുകളിലും വരുന്നതായിരിക്കും. പിന്നെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ ഈ ഫോണുകളിൽ വരുന്നതായിരിക്കും. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. NFC എന്നുള്ള ഫീച്ചർ ഈ ഫോണുകളിൽ വരുന്നതായിരിക്കും. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചറും വന്നേക്കാം. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഈ ഫോണുകളിൽ വരുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 2 ഫോണുകളുടെയും പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. ഇതിൽ ഓപ്പോ റെനോ 11 50 മെഗാ പിക്സലിലെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ വരുന്നതായിരിക്കും. ഇത് സോണി LYT600ൻ്റെ സെൻസർ ആയിരിക്കും. വോയിസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. എന്നാൽ പ്രോ വെർഷനിലോട്ട് വരുമ്പോൾ 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ തന്നെയായിരിക്കും വരിക. പക്ഷേ സോണി IMX890യുടെ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും വരിക. വോയിസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണുകളിൽ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും അതുപോലെ തന്നെ 32 മെഗാ പിക്സൽ ടെലിഫോട്ടോ ലെൻസും വരുന്നതായിരിക്കും. സോണി MX709ൻ്റെ സെൻസർ ആയിരിക്കും ഇത്. പിന്നെ ഈ 2 ഫോണുകളിലും ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിലെ സോണി IMX709ൻ്റെ സെൽഫി ക്യാമറയും വന്നേക്കാം. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 4800 mAhൻ്റെ ബാറ്ററി ആയിരിക്കും ഓപ്പോ റെനോ 11 വരിക. 11 പ്രോയിൽ 4700 mAhൻ്റെ ബാറ്ററി ആയിരിക്കും വരിക. പിന്നെ ഓപ്പോ റെനോ 11 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും പ്രോ വെർഷനിൽ 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വന്നേക്കാം. ഈ 2 ഫോണുകളിലും Type-C ചാർജിംഗ് പോർട്ടും വരുന്നതായിരിക്കും. അപ്പോൾ തിരക്കില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും ഈ ഫോണുകളിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജനുവരി 11 ഈ സ്മാർട്ട് ഫോണുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ആ ഒരു കാര്യം ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചൈനീസ് മാർക്കറ്റിൽ ഓപ്പോ റെനോ 11 എന്നുള്ള സ്മാർട്ട് ഫോൺ ഏകദേശം 29,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ മാർക്കറ്റിലും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു 30,000-35,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓപ്പോ റെനോ 11 പ്രോ എന്നുള്ള സ്മാർട്ട് ഫോൺ ചൈനീസ് മാർക്കറ്റിൽ 41,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ഒരു 50,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഈ ഫോണുകൾ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓഫ്ലൈൻ ഫോണുകളായിട്ടായിരിക്കും ഈ ഫോണുകൾ ലോഞ്ച് ചെയ്യുക. എന്തായാലും വിലയുടെ കാര്യങ്ങളൊന്നും കൺഫേം ആയിട്ടില്ല. എന്തായാലും ഓപ്പോ റെനോ 11 സീരീസ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണുകളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സ്മാർട്ട് ഫോണുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.